എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്തു മേന്മയാണ് ഉള്ളത്? പ്രവൃത്തിയാൽ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ്. ഇത് യാക്കോബ് എഴുതിയ ലേഖനമാണ്. 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. വചനം പറയും, നമുക്ക് ശ്രദ്ധിക്കാം. വിശ്വാസവും പ്രവൃത്തിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കിയാലോ. അനുദിന ജീവിതത്തിൽ പ്രതിഫലിക്കാത്ത വിശ്വാസം ജീവനില്ലാത്തതാണ്. ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ ശരീരത്തിന് ആവശ്യമായി നൽകാതെ എന്തു പുണ്യം പ്രസംഗിച്ചാലും ഫലമൊന്നുമില്ല. ശരീരത്തിന് ജീവൻ എന്നതുപോലെയാണ് വിശ്വാസത്തിന് പ്രവൃത്തി. ദരിദ്രരോട് പരിഗണനയാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായി യാക്കോബ് ശ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രവൃത്തിരഹിതമായ വിശ്വാസത്തിന് ഒരുവനെ രക്ഷിക്കാനാവില്ല. മറിച്ച് വിശ്വാസത്തിൽ നിന്ന് ഉയർകൊള്ളുന്ന പ്രവൃത്തികളാണ് ഒരുവനെ രക്ഷയ്ക്ക് അർഹനാകുന്നത്. സ്വഭാവത്തെയും മനോഭാവത്തെയും പ്രവർത്തന രീതികളെയും സ്വാധീനിക്കാത്ത വിശ്വാസം ആ പേരിന് തന്നെ അർഹമല്ല. വിശ്വാസം പ്രവൃത്തി പദത്തിൽ എത്തിച്ചതുവഴി അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി തീർന്നു. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നത്. പ്രവൃത്തി വഴി നീതീകരിക്കപ്പെട്ട റഹാബിനെയാണ് മറ്റൊരു ഉദാഹരണമായിട്ട് നമ്മൾ ശ്ലീഹ എടുത്തു കാണിക്കുന്നത്. ഇസ്രായേൽ ചാരന്മാരെ വേശ്യയായ റാഹാബ് സംരക്ഷിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. വിശ്വാസത്തിൻ്റെ ബഹിസ്ഫുരണങ്ങളാണ് പ്രവൃത്തികൾ. ദൈവപുത്രനായ ഈശോ മിശിഹായിലുള്ള വിശ്വാസം പ്രവൃത്തികളിൽ പ്രതിഫലിപ്പിക്കണം എന്നാണ് യാക്കോബ് ശ്ലീഹ നിർദ്ദേശിക്കുന്നത്. വിശ്വാസദാതാവായ ദൈവമേ, വിശ്വാസവും പ്രവൃത്തിയും എത്ര അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് യാക്കോബ് ശ്ലീഹായിലൂടെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്നരുളി ചെയ്ത നാഥ, ദരിദ്രരുടെ പക്ഷം ചേരുവാനും അവരോട് കരുണ കാണിക്കുവാനും അങ്ങനെ പ്രവൃത്തികളിലൂടെ വിശ്വാസം ജീവിക്കാനും എന്നെ ശക്തനാക്കണമേ. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.